Dear students, welcome to the class of non-destructive testing. In this class, I am starting the fourth module, and these are the topics mentioned in the fourth module. Fourth module mainly deals with ultrasonic testing, and here we will discuss the topics introduction, then principle of ultrasonic testing, types of waves, and terminologies used in ultrasonic testing. First topic, introduction. Ultrasonic testing is a non-destructive testing method that uses ultrasonic waves to conduct examination and make measurements. Ultrasonic testing is a versatile NDT method which is applicable to most materials, that is metallic and non-metallic materials. By this method, surface and internal discontinuities such as voids, cracks, blowholes, inclusion, and lack of bond can be accurately evaluated from one side. അൾട്രാസോണിക് ടെസ്റ്റിംഗ്, അതിന് പേര് വരാനുള്ള കാരണം എന്താണ്? ഇവിടെ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. ഓക്കെ, ഇതൊരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡാണ്. നോൺ ഡിസ്ട്രക്റ്റീവ് മീൻസ് ദ കമ്പോണൻറ്റ് ഈസ് നോട്ട് ഡിസ്ട്രോയിഡ് ഡ്യൂറിങ് ദി ടെസ്റ്റിംഗ്. നമ്മൾ ഓൾറെഡി രണ്ട് NDT മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞു. ഒന്ന് ലിക്വിഡ് പെനിട്രൻ്റ് ഇൻസ്പെക്ഷനും പിന്നെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനും. ഇതിനൊക്കെ എന്താണ് സർഫസ് NDT മെത്തേഡ്സ് ആണ്. മീൻസ് സർഫസിലുള്ള ക്രാക്ക് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനുള്ള മെത്തേഡാണ് ലിക്വിഡ് പെനിട്രൻ്റ് ഇൻസ്പെക്ഷനും മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനും. പക്ഷേ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതിന് സബ് സർഫസ് ഡിഫക്റ്റും കൂടെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സബ് സർഫസ് എന്ന് വെച്ചാൽ നിയർ ടു ദി സർഫസ്, അവിടെയുള്ള ഡിഫക്ട്സും കൂടെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നേരെ മറിച്ച് അൾട്രാസോണിക്കിലോട്ട് വരുന്ന സമയത്തോ ഇതൊരു സർഫസ് NDT മാത്രമല്ല, ഒരു ബൾക്ക് NDTയും കൂടിയാണ്. മീൻസ് അതിൻ്റെ ബൾക്കിലില്ല, മെറ്റീരിയലിൻ്റെ ബൾക്ക്, സർഫസ് അല്ല, ഇൻറ്റേർണലിലെ ഡിഫക്ട്സ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് എല്ലാ ടൈപ്പ് മെറ്റീരിയലിനും അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അതിനെ മറിച്ച് ഈ അൾട്രാസോണിക്കിലോട്ട് വരുന്ന സമയത്തോ മെറ്റാലിക്, നോൺ മെറ്റാലിക് എല്ലാ മെറ്റീരിയൽസിനും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എന്താണ് അൾട്രാസോണിക് വേവ്സ്? അൾട്രാസോണിക് വേവ്സ് ആർ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ്. ഇറ്റ്സ് ഫ്രീക്വൻസി ഈസ് എബവ് 20 kHz. നമ്മളെ നോർമൽ ഹ്യൂമൻസിന് ഓഡിബിളായിട്ടുള്ള സൗണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 20 Hz to 20 kHz ആണ്. ആ 20 Hz കുറവ് ഫ്രീക്വൻസി ഉള്ളത് ഇൻഫ്രാ സൗണ്ട്. 20 kHz ഹയറായിട്ട് വരുന്ന എന്താണ്? അൾട്രാസൗണ്ട് അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സ് ആണ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 kHz മുകളിലാണ്. ഇനി നമ്മൾ NDTയിൽ ഉപയോഗിക്കുന്ന റേഞ്ച് ഏത് ഫ്രീക്വൻസി റേഞ്ചിലുള്ളതാണ്? The usual frequencies for non-destructive testing of materials are in the range of 0.5 MHz to 10 MHz. ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിലാണ് നോർമലി ഉപയോഗിക്കൽ. മീൻസ് എല്ലായ്പ്പോഴും ഈ ഒരു റേഞ്ചിൽ എന്നല്ല, ചില പർട്ടിക്കുലർ കേസൊക്കെ വരുന്ന സമയത്ത് ഈ റേഞ്ച്, ഈ 0.5 MHz to 10 MHz, ആ റേഞ്ചിന് ഔട്ടറിലുള്ള ഫ്രീക്വൻസീസും ഉപയോഗിക്കേണ്ടി വരും. ഇത് പർട്ടിക്കുലർ അപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. The selection of actual frequency depends upon the roughness of the surface, grain size of material, and dimension of flow. The detection of a small flow requires the use of high frequency, but a practical limit is set up by the surface roughness and grain size. അതായത് നമുക്കൊരു ടെസ്റ്റ് സ്പെസിമെനിൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ളൊരു ക്രാക്ക്, അത്രയും സ്മോൾ ആയിട്ടുള്ളൊരു ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണമെങ്കിൽ എപ്പോഴും നല്ലത് ഹൈ ഫ്രീക്വൻസി വേവ്സ് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഹൈ ഫ്രീക്വൻസി വേവ്സ് ഉപയോഗിക്കുന്നതിൽ കുറച്ച് പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസും ഉണ്ട്. ഇത് രണ്ടും കൂടെ കോംപ്രമൈസ് വരുന്ന രീതിയിൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എപ്പോഴും നമ്മളെ ബെറ്ററായിട്ട് ഏറ്റവും ഹൈ സെൻസിറ്റിവിറ്റി കിട്ടുന്ന, അത്രയും മൈന്യൂട്ടായിട്ടുള്ള ക്രാക്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത് ഹൈ ഫ്രീക്വൻസി വേവ്സ് ഉപയോഗിക്കുന്ന സമയത്താണ്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് അൾട്രാസോണിക് ടെസ്റ്റിംഗ്. Ultrasonic testing uses high frequency sound energy to detect flows. It consists of several functional units such as pulsar or receiver, transducer, and display devices.
A pulsar is an electronic device that produces high voltage electrical pulses. These pulses are sent to transducer, which consists of a piezoelectric material. The transducer generates high frequency ultrasonic energy. ഇതിൻ്റെ മെയിൻ യൂണിറ്റ്സ് ഈ പൾസർ ബാർ റിസീവർ, പിന്നെ ഒരു ട്രാൻസ്ഡ്യൂസർ, പിന്നെ ഒരു ഡിസ്പ്ലേ. ഇതാണ് നമ്മളെ ടെസ്റ്റ് സ്പെസിമെൻ. പൾസർ എന്ത് ജനറേറ്റ് ചെയ്യും? ഹൈ വോൾട്ടേജിലെ ഇലക്ട്രിക്കൽ പൾസസ് ജനറേറ്റ് ചെയ്യും. അത് ഈ ട്രാൻസ്ഡ്യൂസറിലോട്ട് സെൻഡ് ചെയ്യും. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ സം പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആയിരിക്കും. ആ ഇലക്ട്രിക്കൽ പൾസസ് റിസീവ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഡ്യൂസർ ഹൈ ഫ്രീക്വൻസിയിലെ അൾട്രാസോണിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ എനർജി ഈ ഒരു ടെസ്റ്റ് സ്പെസിമെനിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് വേവ്സ്. ഓക്കെ, ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ എന്താണ്, ആ വേവ്സ് ക്രാക്കിന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അതായത് ട്രാൻസ്ഡ്യൂസറിലോട്ട് അത് ബാക്ക് റിഫ്ലക്റ്റ് ചെയ്യും. വേറെ എവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും? ഈ ഒരു ടെസ്റ്റ് സ്പെസിമെൻ്റെ ഈ ഒരു സർഫസ്, ഈ ഒരു ബാക്ക് സർഫസ്, ഇവിടെ നിന്ന് വരുന്ന വേവ്സ് നേരെ ഇവിടെ എത്തി അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവ്സിനെ ആദ്യം ട്രാൻസ്ഡ്യൂസർ ക്യാച്ച് ചെയ്യും. അതിനെ റിസീവറിലോട്ട് സെൻഡ് ചെയ്താൽ റിസീവർ എന്ത് ചെയ്യും? ആ ഒരു വേവിനെ നമുക്കിവിടെ ഈ ഡിസ്പ്ലേയിലോട്ട് കാണിച്ചു തരും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ശരിക്കും ആക്ച്വലി ഇത് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ദി സൗണ്ട് എനർജി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദി മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് വേവ്സ്. When there is a discontinuity in the wave path, part of energy or waves will be reflected back from the flow surface. ഓൾറെഡി പറഞ്ഞത് ഇവിടുന്ന് വേവ്സ് ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ക്രാക്ക് സർഫസ് എന്ത് ചെയ്യും? അതിനെ റിഫ്ലക്റ്റ് ചെയ്യും, തിരിച്ചു കൊടുത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. The reflected wave signal is transformed into electrical signal by the transducer and is displayed on the screen. അതായത് ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവ്സ് അതിനെ ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും? വീണ്ടും ഇലക്ട്രിക്കൽ സിഗ്നലാക്കും ആൻഡ് വിത്ത് ഹെൽപ്പ് ഓഫ് റിസീവർ. അത് ഇവിടെ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണിച്ചു തരും. അതായത് നമുക്ക് എവിടെ നിന്നൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്? ബാക്ക് സർഫസ് നിന്ന് ഇവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്യും, അതേപോലെ ക്രാക്ക് സർഫസ് നിന്നും റിഫ്ലക്റ്റ് ചെയ്യും. നമുക്കിനി എന്താണ് ആ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഏതാണ് അവിടെ ക്രാക്ക് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഏതാണ് ക്രാക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു വേവ് ആ സ്ക്രീനിൽ കാണിക്കുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? എന്തെങ്കിലും ഒരു റെഫറൻസ് ബ്ലോക്ക് വേണം. ആ റെഫറൻസ് ബ്ലോക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇൻ ദ സ്ക്രീൻ ദ പ്ലോട്ട് ഈസ് ബിറ്റ്വീൻ സിഗ്നൽ സ്ട്രെങ്ത് ആൻഡ് ടൈം. ഇനീഷ്യൽ പൾസ് റെപ്രസെൻറ്റ്സ് ദ വേവ് ബീയിങ് സെൻഡ് ടു ദി സാമ്പിൾ. ഈ ഇനീഷ്യൽ പൾസ് അതെന്ന് വെച്ചാൽ ആ സാമ്പിളിലോട്ട് സെൻഡ് ചെയ്യുന്ന വേവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്ക്രീനിലെ പ്ലോട്ട് എന്ന് വെച്ചാൽ സിഗ്നൽ സ്ട്രെങ്ത് പിന്നെ എഗെയിൻസ്റ്റ് ടൈമാണ്. ടൈം എന്ന് വെച്ചാൽ ഇവിടത്തോട്ട് ആ റിസീവിങ് ടൈം, ട്രാൻസ്ഡ്യൂസറിലോട്ട് റിസീവ് ചെയ്തെടുക്കുന്ന ടൈമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ അൾട്രാസോണിക് വേവ് വിൽ ഗോ ആൻഡ് ഹിറ്റ് ദി ബാക്ക് സർഫസ്. ഇതാണ് അതിൻ്റെ ബാക്ക് സർഫസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി അതർ സർഫസ് ഓഫ് സാമ്പിൾ ആൻഡ് ഫ്രം ദി ബാക്ക് സർഫസ് ദ ബാക്ക് സർഫസ് സിഗ്നൽ വിൽ ബി ഒബ്റ്റെയിൻഡ്. ഇവിടുന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സ് ബാക്ക് സർഫസ് തട്ടിയിട്ട് എന്താണ് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ബാക്ക് സർഫസ് സിഗ്നൽ, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ബാക്ക് സർഫസ് എക്കോ എന്ന് പറയുന്നത്. ഞാനീ ആദ്യം പറഞ്ഞ ഇനീഷ്യൽ പൾസും പിന്നെ ഈ ബാക്ക് സർഫസ് എക്കോ അല്ലെങ്കിൽ സിഗ്നൽ ഫ്രം ദി ബാക്ക് സർഫസ്, ഇതാണ് നമ്മൾ റെഫറൻസ് ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ല റെഫറൻസ് ഫ്രെയിമായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനിയൊരു ഇതിൻ്റെ ഒരു ക്രാക്ക് എന്തായാലും ഈ ഒരു ടോപ്പ് സർഫസിൻ്റെയും ബാക്ക് സർഫസിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ആ ക്രാക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവ് അല്ലെങ്കിൽ ആ ക്രാക്ക് എക്കോ എന്ന് പറയുന്നത് ഇതിൻ്റെയും ഇനീഷ്യൽ പൾസിൻ്റെയും ബാക്ക് എക്കോൻ്റെയും ഇടയിലായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിലൊരു എക്കോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ ടെസ്റ്റ് സ്പെസിമെനിൽ ഒരു ക്രാക്ക് ഉണ്ട്. ദ ഡിഫക്റ്റ് എക്കോ വിൽ കം ഇൻ ബിറ്റ്വീൻ ഇനീഷ്യൽ പൾസ് ആൻഡ് ബാക്ക് സർഫസ് എക്കോ ബിക്കോസ് ദ ഡിഫക്റ്റ് ഈസ് ലൈയിങ് ബിറ്റ്വീൻ ടോപ്പ് സർഫസ് ആൻഡ് ബോട്ടം സർഫസ്. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, പ്രിൻസിപ്പിൾ ഒന്ന് എക്സാമ്പിൾ ഒന്നും കൂടെ നോക്കാം. ഇതാണ് നമ്മളെ ട്രാൻസ്ഡ്യൂസർ.
ആ ട്രാൻസ്ഡ്യൂസറിന് എന്തുണ്ട് അൾട്രാസോണിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് രണ്ട് ഡിഫക്ട്സ്, ആർട്ടിഫിഷ്യൽ ഡിഫക്ട്സ് അതിലുണ്ട്. സിലിണ്ടറിക്കൽ മെറ്റീരിയലാണ്. ഓക്കെ, ആദ്യം ഈ ട്രാൻസ്ഡ്യൂസർ ഇപ്പോൾ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അലോങ് ഈ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യിക്കും എല്ലാ സ്ഥലവും ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇവിടെ എന്താണ് ക്രാക്കൊന്നും ഇല്ലാത്ത ഏരിയയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഇത് ഇനീഷ്യൽ പൾസാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ബാക്ക് സർഫസ് എക്കോ ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ പ്രോബ് മൂവ് ചെയ്യിക്കുന്നത്. ആ സമയത്ത് സംഭവിച്ചു ജസ്റ്റ് ആ ഡിഫക്റ്റ്, ആ ഇൻറ്റേർണലല്ല ക്യാവിറ്റീനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു. ആ സമയത്ത് എന്ത് കിട്ടി, എനിക്കിവിടെ ഒരു എക്കോ വന്നിട്ടുണ്ട്. ഇത് ഇനീഷ്യൽ പൾസും ആ ബാക്ക് സർഫസ് എക്കോവും അല്ലാത്ത ഒരു സിഗ്നൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്, അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി, ആ സർഫസിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അൾട്രാസോണിക് വേവ്സ് പാസ് ചെയ്യിക്കുക, അതിനുശേഷം കിട്ടുന്ന സിഗ്നൽസ് അനലൈസ് ചെയ്യുക. അതിൽ നമുക്ക് മനസ്സിലാവും അതിൽ എന്തെങ്കിലും ഡിഫക്ട്സ് അല്ലെങ്കിൽ ഫ്ലോസ് ഉണ്ടോ എന്ന് മനസ്സിലാവും. അടുത്തത് ടൈപ്സ് ഓഫ് വേവ്സ്. എ വേവ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഡിസ്റ്റർബൻസ് ദാറ്റ് ട്രാവൽസ് ത്രൂ എ മീഡിയം ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ വിത്തൗട്ട് ട്രാൻസ്പോർട്ട് ഓഫ് മാറ്റർ. വേവ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്, ഇറ്റ്സ് എ ഡിസ്റ്റർബൻസ്. അത് ഒരു മീഡിയത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്തു നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ മീഡിയത്തിൻ്റെ മാസ് ട്രാൻസ്പോർട്ടൊന്നും നടക്കുന്നില്ല. അതാണ് വേവ് എന്ന് പറയുന്നത്. അൾട്രാസോണിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ത്രൂ എ മീഡിയം ഡ്യൂ ടു വൈബ്രേറ്ററി ഓർ ഓസിലേറ്ററി മോഷൻ ഓഫ് ഇറ്റ്സ് പാർട്ടിക്കിൾ. ഇൻ സോളിഡ്സ് molecule can support vibration in multiple directions. Hence, different types of wave modes are possible. അൾട്രാസോണിക് വേവ്സ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ വൈബ്രേറ്ററി അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ കൊണ്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അൾട്രാസോണിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നമ്മൾ സോളിഡ്സിൻ്റെ കേസിലെടുത്താൽ അതിൻ്റെ ലാറ്റിസിലുള്ള ആ മോളിക്യൂൾസിന് മൾട്ടിപ്പിൾ ഡയറക്ഷനിൽ വൈബ്രേഷൻ പോസിബിൾ ആണ്. മീൻസ് ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിൽ മോളിക്യൂൾസിന് വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ മീനിങ് എന്താണ്, ഒന്നിൽ കൂടുതൽ വേവ് മോഡ്സ് അവിടെ പോസിബിൾ ആണ്. കാരണം ഇതിൻ്റെ വൈബ്രേഷൻ കൊണ്ടാണ് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിൽ അതിന് വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വേവ് മോഡ്സ് അവരുടെ പോസിബിൾ ആണ്. അൾട്രാസോണിക് വേവ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അൾട്രാസോണിക് വേവ്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവും പിന്നെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും. ഓക്കെ, അതിൻ്റെ ബേസിലാണ് വേവ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, സെക്കൻഡ് വൺ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് തേർഡ് വൺ സർഫസ് ഓർ റേലൈ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇതൊക്കെ ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. In longitudinal wave, the particles are oscillated in longitudinal direction or in the direction of propagation of wave. These waves are also called pressure waves or compression waves. ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലെ പാർട്ടിക്കിൾസ് അതെങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്നത്, അതേ ഡയറക്ഷനിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഇത് പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനിലാണ്, പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നതും സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. അത്തരം എന്താണ്, അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് അൾട്രാസോണിക് വേവ്, alternate compression and rarefaction zones are produced by the vibration of particles parallel to direction of propagation of wave. This type of wave can propagate in solid, liquid and gases. ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അതായത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, അതായത് എനർജി പ്രൊപ്പഗേഷൻ ഈ ഒരു ഡയറക്ഷനിലാണ്, പാർട്ടിക്കിൾസ് ഈ ഒരു ഡയറക്ഷനിൽ, അത് ഏത് ഡയറക്ഷനിലാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ആ സമയത്ത് എന്താണ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൾട്ടർനേറ്റീവ് കംപ്രഷൻ ആൻഡ് റെയറിഫാക്ഷൻ സോൺസ് ആർ പ്രൊഡ്യൂസ്ഡ്. അതായത് ആൾട്ടർനേറ്റീവ് കംപ്രഷൻ, ഓക്കെ, ഇതാണ് ഇവിടെ കംപ്രഷൻ, പാർട്ടിക്കിൾസ് അവരുടെ അടുത്തടുത്ത് നിൽക്കുന്ന ഈ ഒരു ഇത് കംപ്രഷൻ സോൺ, അല്ലെങ്കിൽ അതല്ലാണ്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, റെയർഫാക്ഷൻ സോൺസ്. ഇത് രണ്ട് ഫോം ചെയ്യും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ ആൾട്ടർനേറ്റീവായിട്ട് കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ സോൺസ് ആർ പ്രൊഡ്യൂസ്ഡ്. അടുത്തത് ട്രാൻസ്വേഴ്സ് വേവ്. ഇൻ ട്രാൻസ്വേഴ്സ് ഓർ ഷിയർ വേവ്സ് ദ പാർട്ടിക്കിൾ ആർ ഓസിലേറ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്.
ഈ ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? പാർട്ടിക്കിൾസിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അത്തരം ടൈപ്പ് വേവ് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതായത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവ്സിനെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ട്രിങ് വലിച്ചിട്ടുണ്ട്, അതിനുശേഷം അതിൻ്റെ എൻഡിൽ ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുന്നു. ആ സ്ട്രിങ് എന്ത് ചെയ്യും? ഈ ഒരു ഡയറക്ഷനിൽ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടാവും. ശരിക്കും എനർജി എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു എൻഡിലോട്ടാണ് ആ എനർജി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ പാർട്ടിക്കിൾ എന്താണ്? ഒരു പാർട്ടിക്കിൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മോഷൻ എന്താണ്? ഈ ഒരു ഡയറക്ഷനിലാണ്. ഓക്കെ, അതാണ് ട്രാൻസ്വേഴ്സ് വേവ് സംഭവിക്കുന്നത്. എനർജി ഈ ഡയറക്ഷനിൽ ട്രാൻസ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ വേവ് ഈ ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ പാർട്ടിക്കിൾസ് വൈബ്രേഷൻ എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. For such a wave to travel through a material, it is necessary that each particle of the material is strongly bounded to its neighbor with it, thus causing the ultrasonic energy to propagate through the material. ഈ ഒരു ഡയറക്ഷൻ, ഈ ഒരു മെക്കാനിസം വഴി പ്രൊപ്പഗേഷൻ നടക്കണമെങ്കിൽ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു മോളിക്യൂൾസ് അതിന് സറൗണ്ടിങ് മോളിക്യൂൾസുമായിട്ട് എന്ത് വേണം? അത്രയും സ്ട്രോങ് അട്രാക്ഷൻ വേണം, അല്ലെങ്കിൽ സ്ട്രോങ് കൊഹസീവ് ഫോഴ്സ് വേണം. എന്നാൽ മാത്രമേ ഈ വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് ഒരു മോളിക്യൂൾസിന് അതിൻ്റെ അടുത്ത മോളിക്യൂൾസിനെ പുള്ള് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത്. കാരണം ഇത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു മോളിക്യൂളും അടുത്ത മോളിക്യൂളും തമ്മിൽ അത്രയും സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് അടുത്തതിനും പുള്ള് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. Okay, the velocity of shear waves through a material is approximately half that of longitudinal wave. ഇവിടെ പറഞ്ഞ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലാണെങ്കിലോ പാരലാണ്. ഇതുകൊണ്ട് തന്നെ ഈ പ്രൊപ്പഗേഷൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഷിയർ വേവ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെക്കാട്ടും കുറവായിരിക്കും. ഏകദേശം ഹാഫ് ദി വാല്യൂവിലാണ് വരുന്നത്. ആൻഡ് ഈ ഒരു ടൈപ്സ് ഓഫ് പ്രൊപ്പഗേഷൻ അത് സോളിഡ് ബോഡിയിൽ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലിക്വിഡ് ആൻഡ് ഗ്യാസസ് വരുന്ന സമയത്ത് ആ കോസീവ് ഫോഴ്സ് എന്തായിരിക്കും? അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കുറവാണ്. അതുകൊണ്ടാണ് ഇത് സോളിഡിൽ മാത്രം പോസിബിൾ ആണെന്ന് പറയുന്നത്. അടുത്തത് സർഫസ് വേവ് ഓർ റേലെയ് വേവ്. ദിസ് ടൈപ്പ് ഓഫ് വേവ് ക്യാൻ ട്രാവൽ ഓൺലി അലോങ് എ സർഫസ് ബൗണ്ടഡ് ഓൺ വൺ സൈഡ് ബൈ സ്ട്രോങ് ഇലാസ്റ്റിക് ഫോഴ്സ് ഓഫ് ദി സോളിഡ് ആൻഡ് ഓൺ ദി അതർ സൈഡ് ബൈ nearly non-existent elastic force between gas molecules. In surface waves, particle vibration generally follows an elliptical path. Only surface or near surface cracks or defects can be detected using surface waves. Surface waves ഇതിൽ പാർട്ടിക്കിൾസ് എന്താണ്? ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വേവിൻ്റെ. പക്ഷേ പാർട്ടിക്കിൾസിൻ്റെ മോഷൻ എന്ന് പറയുന്നത് എലിപ്റ്റിക്കലാണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. എലിപ്റ്റിക്കൽ ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. പാർട്ടിക്കിളിൻ്റെ ഓസിലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അത്തരം വേവ്സ് സർഫസ് വേവ്സ് അല്ലെങ്കിൽ റേലെയ് വേവ്സ് ആണ്. ഇത്തരം വേവ്സ് നോർമലി ഫോം ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു സർഫസിൽ, ആ സർഫസിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഹൈലി ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. ഹൈലി ഇലാസ്റ്റിക് ആയിട്ടുള്ള സോളിഡ്. അതിൻ്റെ അതർ സൈഡ് എന്ന് പറയുന്നത് ഗ്യാസ് പോലെ സബ്സ്റ്റൻസ്, മീൻസ് നോൺ ഇലാസ്റ്റിക് മെറ്റീരിയൽ. അത്തരം കേസസിലാണ് ഈ സർഫസ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇത് നോർമലി എന്താണ്? സർഫസിലില്ലേ അല്ല നിയർ സർഫസിലെ ഡിഫക്റ്റ് മാത്രമേ ഈ സർഫസ് വേവ്സ് അല്ലെ റേലെയ് വേവ്സിന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തത് ടെർമിനോളജീസ് യൂസ്ഡ് ഇൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ്. ഫസ്റ്റ് വൺ, വേവ് ലെങ്ത് ലാംഡ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് during which a particle of the medium complete one vibration is called wavelength. അതായത് ഒരു വേവ് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഒരു പാർട്ടിക്കിൾ അതിൻ്റെ കംപ്ലീറ്റ് വൈബ്രേഷൻ പൂർത്തിയാക്കുന്ന സമയത്ത് ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ ഡെഫിനിഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ടാകും. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ any two nearest particles on the wave having same phase. സെയിം ഫേസിലില്ലേ രണ്ട് നിയറസ്റ്റ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു പാർട്ടിക്കിളും നിയറസ്റ്റ് അതിനായിട്ടുള്ള സെയിം ഫേസിലെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ടോപ്പിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇതും ആ രീതിയിൽ സെയിം ഫേസിലുള്ള പാർട്ടിക്കിൾസ്.
ഓക്കെ, നിയറസ്റ്റ് ആയിട്ട് സെയിം ഫേസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് തമ്മിലെ ഡിസ്റ്റൻസ്, അതാണ് വേവ് ലെങ്ത് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതുണ്ട്. വേവ് ലെങ്ത് മേ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ് ഓർ ട്രഫ് ഇൻ ട്രാൻസ്വേഴ്സ് വേവ് or the distance between two successive compression or rarefaction in longitudinal wave. ഇത് ക്രസ്റ്റ്, ഇതിപ്പം ആംപ്ലിറ്റ്യൂഡാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ മാക്സിമം വരുന്നത് ഒന്ന് ക്രസ്റ്റാണ്, മറ്റേത് മിനിമം വരുന്നത് എന്താണ്, ട്രഫാണ്. ആ രണ്ട് ക്രസ്റ്റ് തമ്മിലെ ഡിസ്റ്റൻസ് എന്താണ്, വേവ് ലെങ്ത് ആണ്. അല്ലെങ്കിൽ രണ്ട് ട്രഫ് തമ്മിലെ ഡിസ്റ്റൻസ് അത് വേവ് ലെങ്ത് ആണ്. ഷിയർ വേവ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്തോ രണ്ട് കംപ്രഷൻ അല്ലെങ്കിൽ രണ്ട് റെയറിഫാക്ഷൻ തമ്മിലെ ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇത് ലാംഡ എന്ന് വെച്ചാൽ ലാംഡ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ടൈം പീരീഡ്. ടൈം പീരീഡ് ഓഫ് എ വേവ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ വേവ് ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇറ്റ്സ് വേവ് ലെങ്ത്. അത് അതിൻ്റെ വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം. അതായത് ഒരു കംപ്ലീറ്റ് വേവ് ലെങ്ത് ഇവിടെ നിന്ന് അതിന് എടുക്കുന്നെങ്കിൽ ഇവിടത്തോട്ട് എന്തായാലും ഒരു കംപ്ലീറ്റ് വേവ് ലെങ്ത് ആയി. ആ ഒരു വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ടൈം പീരീഡ് ഈസ് ദ ടൈം ഇറ്റ് ടേക്സ് ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഓർ സൈക്കിൾ. ഇപ്പോൾ ഒരു വൺ കംപ്ലീറ്റ് സൈക്കിൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടി എടുക്കുന്ന ടൈം എന്താണ്, ടൈം പീരീഡ് ആണ്. ഇനി ഫ്രീക്വൻസി. വേവ് ഫ്രീക്വൻസി റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് സൈക്കിൾസ് ഒക്കറിങ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയും ടൈം പീരീഡ് അങ്ങനെ ആയിരിക്കും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ ഡെഫിനേഷൻ കിട്ടും. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ് ആണ്. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഫ്രീക്വൻസിയുടെ എക്സാക്റ്റ് മീനിങ് കിട്ടും. ഇവിടെ ഞാൻ ഫ്രീക്വൻസി 3 ഹെർട്സ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്, ഹെർട്സ് ആണ്. ഇപ്പം ടൈം ഞാൻ 1 സെക്കൻഡ്. ഇവിടെ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു സൈക്കിളായി, 2 സൈക്കിളായി, 3 സൈക്കിളായി. അതായത് ഒരു സെക്കൻഡിൽ 3 സൈക്കിളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസി എന്താണ്, 3 ഹെർട്സ് ആണ്. ഇവിടത്തോട്ട് വരുന്ന സമയത്ത് 6 സൈക്കിൾ കംപ്ലീറ്റ് ആയി, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 6 ഹെർട്സ്. അതേപോലെ ഇവിടത്തോട്ട് 12 ഹെർട്സ്. അതായത് ഒരു സെക്കൻഡ് കൊണ്ട്, ഇവിടെ ഞാനിപ്പോൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് 1 സെക്കൻഡ്, ഒരു സെക്കൻഡ് ടൈമിലില്ലാണ് കാണിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് എത്ര സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്, അതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഹൈ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരുപാട് സൈക്കിൾസ് ആ ഒരു സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ വേവ് ലെങ്ത്തിന് എന്ത് സംഭവിച്ചു, ഇതിപ്പം ഇതാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ക്രസ്റ്റ് തമ്മിലെ ഡിഫറൻസ്. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വേവ് ലെങ്ത്തിന് ഒരു റിഡക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഫിഗറിൽ നിന്ന് തന്നെ അത് മനസ്സിലാവും. അടുത്തത് വെലോസിറ്റി. വെലോസിറ്റി ഈസ് എ മെഷർ ഓഫ് ഹൗ ക്വിക്ക്ലി ദ വേവ് ട്രാവൽസ് ത്രൂ എ മീഡിയം. നമ്മളെ നോർമൽ വെലോസിറ്റിയിൽ ഇത് തന്നെയാണ്. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ, ആക്ച്വലി ഇൻഡയറക്റ്റ് ആയിട്ട് എത്ര വേഗത്തിലാണത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതാണ് വെലോസിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ത്രൂ എ മീഡിയം പെർ സെക്കൻഡ് ഈസ് കോൾഡ് വെലോസിറ്റി. വെലോസിറ്റി ഇക്വേഷൻ അങ്ങനെ ഏതാ, വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. അതായത് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ദ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ. അതായത് ഈ സൗണ്ട് വേവിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മീഡിയത്തിൽ ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും. സോളിഡ് ലിക്വിഡ് ഗ്യാസ് എടുക്കുന്നത്, അതിൻ്റെ ഡെൻസിറ്റി എന്താണ്, ഡിഫറെൻ്റ് ആണ്. ആ സമയത്ത് ആ സൗണ്ട് വേവിൻ്റെ വെലോസിറ്റി ആ ഒരു ഡിഫറെൻറ്റ് മീഡിയത്തിലൂടെയും ഡിഫറെൻ്റ് ആയിരിക്കും. സോളിഡിലായിരിക്കും ഹൈ വെലോസിറ്റി ഉണ്ടാവുക, ഗ്യാസിലായിരിക്കും മിനിമം വെലോസിറ്റി ഉണ്ടാവുക. ഈ 3 സ്റ്റേറ്റും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതാണ് പറയുന്നത്. ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ പർട്ടിക്കുലർ മെറ്റീരിയൽ ഈസ് കോൺസ്റ്റൻറ്റ്. ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് അതിലൂടെ സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് നമ്മളെ NDTയിൽ എവിടെയാണ് വരുന്നത്. ചേഞ്ചിങ് ദ ഫ്രീക്വൻസി വെൻ ദ സൗണ്ട് വെലോസിറ്റി ഈസ് ഫിക്സഡ് വിൽ റിസൾട്ട് ഇൻ എ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഓഫ് ദി സൗണ്ട്. ഈ ഒരു ഇക്വേഷൻ പ്രകാരം വെലോസിറ്റി ഞാൻ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ഒരു പർട്ടിക്കുലർ മീഡിയത്തിലോട്ടുള്ള വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആ സമയത്ത് ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് വേവ് ലെങ്ത് സംഭവിക്കും, വേവ് ലെങ്ത് കുറയണം, എന്നാൽ മാത്രമേ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. അതാണ് പറയുന്നത് ചേഞ്ചിങ് ദ ഫ്രീക്വൻസി ആൻഡ് ദ സൗണ്ട് വെലോസിറ്റി ഈസ് ഫിക്സഡ് വിൽ റിസൾട്ട് ഇൻ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. ഒന്ന് കൂടുന്ന സമയത്ത് അടുത്തത് കുറയണം. ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ വേവ് ലെങ്ത് എന്തായിരിക്കും, സ്മോളർ ആയിരിക്കും. ദ വേവ് ലെങ്ത് ഓഫ് അൾട്രാസൗണ്ട് യൂസ്ഡ് ഹാസ് സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ് ഓൺ പ്രോബബിലിറ്റി ഓഫ് ഡിറ്റക്ടിങ് എ ഡിസ്കണ്ടിന്യൂറ്റി. A discontinuity must be larger than half the wavelength
to have a reasonable chance of being detected. അതായത് നമ്മളെ ഈ അൾട്രാസോണിക് വേവ് ഒരു മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മളെ ഡിഫക്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നതിൻ്റെ ആയിട്ട് ബന്ധപ്പെടുന്നൊരു ഫാക്ടറാണ്. നമുക്ക് എത്രപ്പറ സൈസ് അതിലെ ഡിഫക്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? പാസ് ചെയ്യുന്ന വേവ് ലെങ്ത് അതിൻ്റെ ഹാഫ്, ആ ഒരു ഡയമെൻഷനിലെ ഡിഫക്റ്റ് വരെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി സ്മോളർ ദ വേവ് ലെങ്ത് ഹയർ ദ സിസ്റ്റം സെൻസിറ്റിവിറ്റി. വേവ് ലെങ്ത് കുറവാണെങ്കിൽ സിസ്റ്റം സെൻസിറ്റിവിറ്റി ഹൈ ആയിരിക്കും. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് വെച്ചാൽ അത്രക്കും ചെറിയ ഡിഫക്റ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരു എക്സാമ്പിളായിട്ട് പറയാം, ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ഇതാണ് വേവ് ലെങ്ത് എന്ന് വെച്ചാൽ ഈ ഒരു ഇത്രപ്പുറ ഡയമെൻഷൻ ജസ്റ്റ് എൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതാണ് വേവ് ലെങ്ത്. അന്നേരം എത്രപ്പുറ സൈസിലുള്ള ഡിഫക്റ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും? ഇതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഹാഫിനെക്കാട്ടിയും ഹയർ ഡയമെൻഷനില്ലേ സൈസിലെ ക്രാക്ക് അല്ലെ മിനിമം അതിൻ്റെ ഹാഫ് അങ്ങ് വേണം. അത്ര പേരിലെ ഡിഫക്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന അതിൻ്റെ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ക്രാക്കിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് എന്തായിരിക്കണം? നമ്മൾ യൂസ് ചെയ്യുന്ന ആ അൾട്രാസോണിക് വേവിൻ്റെ വേവ് ലെങ്ത് എന്തായിരിക്കണം? ചെറുതായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ക്രാക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനാവുള്ളൂ. ഈ രണ്ട് നോക്കിയാൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇത്ര പരിയിലെ ക്രാക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. അന്നേരം വേവ് ലെങ്ത് എന്ന് പറയുന്നത് ചെറുതായിരിക്കണം. കാരണം ആ വേവ് ലെങ്ത്തിൻ്റെ ഹാഫ് അതിനെക്കാട്ടിയും കൂടുതലില്ലത് അല്ലെ മിനിമം ഹാഫിലെ ഡിഫക്റ്റ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. വലിയ വേവ് ലെങ്ത്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അന്നേരം അതിൻ്റെ പകുതിയെക്കാട്ടിയും ചെറുതായി ഈ ഡിഫക്റ്റ് ഇതെനിക്ക് കിട്ടൂല. അതാണ് പറഞ്ഞതിൻ്റെ മീനിങ്. അതായത് ചെറിയ ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഇത് വേവ് ലെങ്ത് എന്തായിരിക്കണം? ചെറുതായിരിക്കണം. അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കണം. രണ്ടും കൂടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂടുന്ന സമയത്ത് അടുത്തത് കുറയും. ഓക്കെ, അത്രയും സ്മോൾ ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണമെങ്കിൽ സ്മോൾ വേവ് ലെങ്ത് ആയിരിക്കണം. ഫ്രീക്വൻസി എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. അടുത്തത് സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി ഈസ് ദി എബിലിറ്റി ടു ലൊക്കേറ്റ് സ്മോൾ ഡിസ്കണ്ടിന്യൂറ്റീസ്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ടെസ്റ്റ് സ്പെസിമെനിൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ ക്രാക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനുള്ള കഴിവാണ് അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സെൻസിറ്റിവിറ്റി ജനറലി ഇൻക്രീസസ് വിത്ത് ഹയർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഷോർട്ടർ വേവ് ലെങ്ത്സ്. അടുത്തത് റെസൊല്യൂഷൻ. Resolution is the ability of a system to locate discontinuities that are close together within the material or located near the part surface. Resolution also generally increases with frequency increase. Resolution എന്ന് വെച്ചാൽ അത് സർഫസിൻ്റെ അടുത്തുള്ള ഡിഫക്റ്റ് അല്ലെങ്കിൽ പിന്നെ അടുത്തടുത്തില്ലേ രണ്ട് ഡിഫക്ട്സ് അത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനുള്ള കഴിവാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിയർ ദ സർഫസ് ആവുന്ന സമയത്ത് അവിടെ എന്താണ് ബാക്ക് സർഫസ് അക്കൗണ്ടും ഈ ക്രാക്ക് എന്നുള്ള അക്കൗണ്ടും അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനുള്ള കഴിവാണ് ശരിക്കും ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ വളരെ അടുത്തടുത്ത് സർഫസിൻ്റെ അടുത്താണുള്ള ബൾക്കിൽ തന്നെ വളരെ അടുത്തടുത്തുള്ള ഒന്നിൽ കൂടുതൽ ക്രാക്സ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനുള്ള കഴിവാണ് ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് അറ്റന്വേഷൻ. അറ്റന്വേഷൻ in general refers to the reduction in strength of signal. It is a measure of the energy loss of sound wave as it passes through the medium. Attenuation is due to combination effect of scattering and absorption. Attenuation എന്ന് വെച്ചാൽ ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് ഓക്കെ ആ ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് റെഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു മെഷറാണ് ഈ അറ്റന്വേഷൻ എന്ന് പറയുന്നത്. ഫിഗർ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ സ്ട്രെങ്ത്തിന് എന്താണ് സംഭവിക്കുന്നത്. സ്ട്രെങ്ത്ത് ഡീക്കേ ചെയ്ത് പോവുകയെന്ന്. അതാണ് അറ്റന്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മെഷർ ആണ് അറ്റന്വേഷൻ. അതിൻ്റെ കാരണം അറ്റന്വേഷൻ സൗണ്ട് വേവിന് അറ്റന്വേഷൻ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സ്കാറ്ററിങ് ആൻഡ് അബ്സോർപ്ഷൻ. എന്താണ് സ്കാറ്ററിങ്, എന്താണ് അബ്സോർപ്ഷൻ? സ്കാറ്ററിങ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ബീം ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. സ്കാറ്ററിങ് റിസൾട്ട് ഫ്രം ദ ഫാക്ട് ദാറ്റ് മെറ്റീരിയൽ ഈസ് നോട്ട് സ്ട്രിക്ട്ലി ഹോമോജീനിയസ്. സ്കാറ്ററിങ് എന്ന് വെച്ചാൽ ഒരു സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ ഒറിജിനൽ ഡയറക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഓരോരു സ്ഥലത്തൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ ആ ഒരു ബീമിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നോർമലി ആ ബീമിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ എനർജി എന്തായി റെഡ്യൂസ് ചെയ്യും. അത് അറ്റന്വേഷന് കാരണമാവും.
ഇങ്ങനെ ഒരു മെറ്റീരിയലിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റന്വേഷൻ ഉണ്ടാകാൻ കാരണം അതിൻ്റെ ഇൻഹോമോജീനിയസ് നേച്ചറാണ്. ഹോമോജീനിയസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സെയിം കോമ്പോസിഷൻ ത്രൂ ഔട്ട്. അതിലെന്തെങ്കിലും ഒരു വേരിയേഷൻ വരുന്ന സമയത്ത് സം ഫോറിൻ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ പോറസ് അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ വരുന്ന സമയത്ത് ഇൻഹോമോജീനിയസ് ആയി. ചില മെറ്റീരിയൽസൊക്കെ എന്താണ് ബൈ ഡിഫോൾട്ട് തന്നെ ഇൻഹോമോജീനിയസ് ആയിരിക്കും. അത്തരം കേസിലൊക്കെ ഈ ഒരു വേവ് പാസ് ചെയ്യുന്ന സമയത്ത് കുറേ ബീംസ് റിഫ്ലക്റ്റ് ചെയ്ത് പോകും, പോർഷൻസൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ആ സമയത്ത് നോർമലി അതാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ആ സമയത്ത് എന്താ ആ നോർമൽ ഒറിജിനൽ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് അവിടെ ലോസ് ചെയ്തു. അടുത്തത് അബ്സോർപ്ഷൻ. ഇറ്റ് ഈസ് ദി കൺവേർഷൻ ഓഫ് സൗണ്ട് എനർജി ടു അതർ ഫോം ഓഫ് എനർജി സച്ച് ആസ് ഹീറ്റ്. അബ്സോർപ്ഷൻ യൂഷ്വലി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി. അതായത് അബ്സോർബ് ചെയ്യുക എന്ന് വെച്ചാൽ ആ സൗണ്ട് എനർജീനെ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. മീൻസ് എന്താ ആ മെയിൻ എനർജി അവിടെ എന്താ എനർജിയുടെ സ്ട്രെങ്ത് കുറഞ്ഞു, ഒരു പോർഷൻ വേറൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ട്രെങ്ത് കുറയും. ആര് കാരണമാവും? അറ്റന്വേഷന് കാരണമാവും. ഈ ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് എന്താണ് ഈ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അതാണ് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് അറ്റന്വേഷൻ കൂടുതലായിരിക്കും, സിഗ്നൽ സ്ട്രെങ്ത് കുറയും. ആ സമയത്ത് നമുക്ക് റിഫ്ലക്റ്റഡ് തിരിച്ച് ഇവിടെ ക്രാക്കിലോ അല്ലെങ്കിൽ ബാക്ക് സർഫസിലൊക്കെ സ്ട്രൈക്ക് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന തിരിച്ചിട്ട് ട്രാൻസ്ഡ്യൂസറിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും അറ്റന്വേഷൻ കൂടുതലാണെങ്കിൽ. അതും കൂടെ കൺസിഡർ ചെയ്യണം ഫ്രീക്വൻസിയൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത്. ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന സമയത്ത് ഈ അബ്സോർപ്ഷൻ കൂടുതലായതുകൊണ്ട്. അടുത്തത് അക്കൂസ്റ്റിക് ഇംപിഡൻസ് സെഡ്. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ടു ദി പ്രൊപ്പഗേഷൻ ഓഫ് എൻ അൾട്രാസോണിക് വേവ് ബൈ എ മെറ്റീരിയൽ ഈസ് നോൺ ആസ് അക്കൂസ്റ്റിക് ഇംപിഡൻസ്. അക്കൂസ്റ്റിക് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഒരു മെറ്റീരിയൽ അൾട്രാസോണിക് വേവ്സ് അതിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെ ഓപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് അക്കൂസ്റ്റിക് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ടു ദി പ്രൊപ്പഗേഷൻ ഓഫ് അൾട്രാസോണിക് വേവ്. അൾട്രാസോണിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ മെഷറാണ് അക്കൂസ്റ്റിക് ഇംപിഡൻസ്. സെഡ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വി. റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റിയാണ്, വി എന്ന് പറയുന്നത് സൗണ്ട് വെലോസിറ്റി ഇൻ മെറ്റീരിയൽ. ഇപ്പോൾ ഓരോ മെറ്റീരിയൽ എന്തായിരിക്കും ഇതിൻ്റെ വാല്യൂ, അക്കൂസ്റ്റിക് ഇംപിഡൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിരിക്കും. ഇനി ഈ അക്കൂസ്റ്റിക് ഇംപിഡൻസ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് NDTയിൽ എങ്ങനെയാണ് വരുന്നത്, അതാണ് ഇനി അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത്. റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ് ആൻഡ് ട്രാൻസ്മിഷൻ കോയിഫിഷ്യൻറ്റ്. വെൻ അൾട്രാസോണിക് വേവ്സ് ആർ ഇൻസിഡൻറ്റ് ടു ദി ബൗണ്ടറി, അതായത് ഇൻ നോർമൽ ഇൻസിഡൻസ്, പെർപെൻഡിക്കുലർ ഇൻസിഡൻസ്, incident to the boundary of two media having a different acoustic impedance, then some of the energy is reflected and the balance is transmitted across the boundary. ഇവിടെ ഞാൻ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് മീഡിയാസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സ്പെസിമെനാണ്, ഇത് വേറൊരു മെറ്റീരിയലാണ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, അതെന്ത് ചെയ്യും, അൾട്രാസോണിക് വേവ്സ് ജനറേറ്റ് ചെയ്യും, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബൗണ്ടറി എത്തുന്ന സമയത്ത് ഈ ബൗണ്ടറിയിൽ എന്താണ്, ഒരു സൈഡിൽ ഒരു സെറ്റാണ്, അടുത്ത സൈഡിൽ വേറെ സെറ്റാണ്. മീൻസ് ദർ ഈസ് എ ചേഞ്ച് ഇൻ അക്കൂസ്റ്റിക് ഇംപിഡൻസ്. ആ ഒരു ബൗണ്ടറിയിൽ എത്തുന്ന സമയത്ത് കുറച്ച് വേവ്സ് റിഫ്ലക്റ്റും ചെയ്യും, കുറച്ച് വേവ്സ് ട്രാൻസ്മിറ്റും ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും ആ വേവ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചിട്ട് ഈ ട്രാൻസ്ഡ്യൂസറിൽ എത്തണം, എന്നാൽ മാത്രമേ നമുക്ക് അവന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽസ് കിട്ടുന്നില്ലൂ. ഈ ഒരു ബൗണ്ടറിയിൽ എത്തുന്ന സമയത്ത് ആ വേവ്സ് എത്തുന്ന സമയത്ത് കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്യും, കുറച്ച് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്ഷൻ ഓർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ എമൗണ്ടിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഈ രണ്ട് മെറ്റീരിയൽസിൻ്റെയും അക്കൂസ്റ്റിക് ഇംപിഡൻസ് തമ്മിലെ ഡിഫറൻസ് ആണ്. ദ എമൗണ്ട് ഓഫ് അൾട്രാസോണിക് എനർജി ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഓർ ട്രാൻസ്മിറ്റഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൂസ്റ്റിക് ഇംപിഡൻസ് ഓഫ് ടു മീഡിയ. An interface between materials with a large difference in acoustic impedance reflect ultrasonic waves more strongly. For example, interface between solid and air. ഇത് ഒരു സോളിഡ് മെറ്റീരിയൽ, ഈ മെറ്റീരിയൽ 2 എന്ന് പറയുന്നത് എയർ ആണ്. അതിൻ്റെ രണ്ടിനും അക്കൂസ്റ്റിക് ഇംപിഡൻസ് തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ട്. ആ സമയത്ത് ആ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ഇവിടെ എത്തുന്ന ആ അൾട്രാസോണിക് വേവ്സിൻ്റെ മെജോറിറ്റി റിഫ്ലക്റ്റ് ചെയ്യും, ഒരു മൈനർ പോർഷൻ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ആ അക്കൂസ്റ്റിക് ഇംപിഡൻസിൻ്റെ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ നമ്മളെ ഫേവറബിൾ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്, മാക്സിമം ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യണം. ഇതാണ് ടെസ്റ്റ് സ്പെസിമെൻ, ഇതാണ് എയർ എങ്കിൽ മാക്സിമം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടേ വേണ്ടി. അതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യം.
ഓക്കെ, അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, അക്യൂസ്റ്റിക് ഇംപിഡൻസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി ദ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് വേവ് ഇൻറ്റൻസിറ്റി ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ്, അതായത് നമ്മുടെ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ്, അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ഇൻസിഡൻറ്റ് വേവിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? R ഈസ് ഈക്വൽ ടു Z2 മൈനസ് Z1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ Z2 പ്ലസ് Z1 ഹോൾ സ്ക്വയർ. അതായത് R എന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ്, Z1 എന്ന് പറഞ്ഞാൽ അക്യൂസ്റ്റിക് ഇംപിഡൻസ് ഓഫ് മീഡിയം 1 ആൻഡ് Z2 അക്യൂസ്റ്റിക് ഇംപിഡൻസ് ഓഫ് മീഡിയം 2. ഇനി ട്രാൻസ്മിഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അത്രത്തോളം ട്രാൻസ്മിറ്റ് ചെയ്തതിൻ്റെ മെഷറാണ്. എന്ത് ചെയ്താൽ മതി? 1 മൈനസ് R ചെയ്താൽ മതി. 1 മൈനസ് R ചെയ്താൽ കിട്ടുന്ന സാധനം എന്താണ്? അതാണ് ട്രാൻസ്മിഷൻ കോയിഫിഷ്യൻ്റ്. ഇറ്റ് ഈസ് ദി ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് വേവ് ഇൻറ്റൻസിറ്റി ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ്. T ഈസ് ഈക്വൽ ടു 4 Z2 Z1 ഡിവൈഡ് ബൈ Z2 പ്ലസ് Z1 ഹോൾ സ്ക്വയർ. നമുക്ക് ഈ ആറിൻ്റെ വാല്യൂ ഹൈ വാല്യൂ എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രാക്ഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് തിരിച്ചിട്ട് സർഫസിൽ നിന്ന്. അതാണ് നമ്മളെ ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരുപാട് എനർജി റിഫ്ലക്റ്റ് ചെയ്താൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് സിഗ്നൽസ് അതിൽ ജനറേറ്റ് ചെയ്യും. ഇതാണ് നമ്മളെ ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് അൾട്രാസോണിക് ബീം ഡൈവേർജൻസ്, എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സ്പ്രെഡിംഗ് ഓഫ് അൾട്രാസോണിക് വേവ് ബിയോണ്ട് ദ നിയർ ഫീൽഡ്. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ ഡയമീറ്റർ ആൻഡ് വേവ് ലെങ്ത് ഇൻ ദി മീഡിയം. അപ്പം ഈ ട്രാൻസ്ഡ്യൂസർ അതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലെ ട്രാൻസ്ഡ്യൂസറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് സൗണ്ട് ഫീൽഡ് എന്തായിരിക്കും? നോർമലി സിലിണ്ട്രിക്കൽ ആയിരിക്കും. ഓക്കെ, ഇപ്പം തൽക്കാലം സിലിണ്ട്രിക്കലാണെന്ന് വിചാരിക്കും. അന്നേരം നോർമലി ആ സൗണ്ട് ഫീൽഡ് സിലിണ്ട്രിക്കലായിരിക്കും. പക്ഷേ എല്ലാ സ്ഥലത്തും അത് സിലിണ്ട്രിക്കലായിരിക്കില്ല. ഒരു പർട്ടിക്കുലർ ലെങ്ത്ത് വരെ അത് സിലിണ്ട്രിക്കലായിരിക്കും, പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് പോകും. ആ ഒരു എവിടെ വരെയാണോ സിലിണ്ട്രിക്കലായിട്ട് നിൽക്കുന്നത് ആ ഒരു ലെങ്ത്ത് നമ്മൾ നിയർ ഫീൽഡ് എന്ന് പറയും. ആ നിയർ ഫീൽഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ L ഈസ് ഈക്വൽ ടു R സ്ക്വയർ ബൈ ലാംഡ. R എന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയസ്. ഓക്കെ, ആ സിലിണ്ട്രിക്കൽ പോർഷൻ്റെ അതിൻ്റെ റേഡിയസ്, ഇതിൻ്റെ ഈ ട്രാൻസ്ഡ്യൂസറിൻ്റെ റേഡിയസ്. അതേപോലെ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വേവ് ലെങ്ത്ത്. ഓക്കെ, ആ നിയർ ഫീൽഡ് ഈ ഒരു കറസ്പോണ്ടിങ് ലെങ്ത്തിൽ അതെന്തായിരിക്കും? ആ സിലിണ്ട്രിക്കലായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. അതിന് ശേഷം അത് സ്പ്രെഡ് ചെയ്യും. ആ ഒരു സ്പ്രെഡിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് ഈ അൾട്രാസോണിക് ബീം ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ആസ് ദ സൗണ്ട് വേവ് എക്സിറ്റ് ദ നിയർ ഫീൽഡ് ആൻഡ് പ്രൊപ്പഗേറ്റ് ത്രൂ ദ മെറ്റീരിയൽ. ഇവിടെ നിയർ ഫീൽഡ് കഴിഞ്ഞു, അതിന് ശേഷമുള്ളതാണ് പറയുന്നത്. As the sound wave exit the near field and propagate through the material, the sound beam continuously spread out. This is referred to as beam divergence. At the start of the far field, the beam strength is always the greatest at the center of the beam and diminishes as it spread outward. നിയർ ഫീൽഡിന് ശേഷമുള്ളത് എന്താണ്? ഫാർ ഫീൽഡാണ്. ഈ ഫാർ ഫീൽഡിൽ എന്ന് വെച്ചാൽ ബീം സ്ട്രെങ്ത് മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ, ഓക്കെ, ഇതിൻ്റെ ഒരു ആക്സിസ് ലൈൻ ഉണ്ടാവും. ആ ഒരു ലൈനിൽ അവിടെ ആയിരിക്കും ഇതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മാക്സിമം ഉണ്ടാവുക. പിന്നെ അത് ആ സ്ട്രെങ്ത് എന്ത് ചെയ്യും? സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു വരും. ദെർഫോർ സ്ട്രോങ്ങസ്റ്റ് റിഫ്ലക്ഷൻ ആർ ലൈക്ലി ടു കം ഫ്രം ദി ഏരിയ ഡയറക്റ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് റിഫ്ലക്ഷൻ കൂടുതൽ സ്ട്രോങ് റിഫ്ലക്ഷൻ കിട്ടുന്നത് കാരണം ഇതിൻ്റെ ആക്സിസിൻ്റെ അടുക്കായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൻ്റെ അടുക്കായിരിക്കും മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടാവുക. ആ സമയത്ത് ഒരു സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുക, അവിടെയും മാക്സിമം എവിടെയാണോ മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടാവുക അവിടെ നിന്നായിരിക്കും നമുക്ക് മാക്സിമം റിഫ്ലക്ഷനും കിട്ടുക. അതാണ് ഈ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ ഡയറക്റ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ. ഈ ഒരു ലൊക്കേഷൻ ആയിരിക്കും നമുക്ക് മാക്സിമം റിഫ്ലക്ഷൻ, അല്ല ഫ്ലോസ് അല്ലെങ്കിൽ ബാക്ക് സർഫസ് എന്നൊക്കെ റിഫ്ലക്ഷൻസ് നമുക്ക് മാക്സിമം കിട്ടുന്നുണ്ടാവുക.